അൽ മഫാഇലു വഹിയ ഖംസത്തു അദുർബിൻ കുല്ലുഹ മൻസൂബത്തുൻ. മഫ്ഊലുകൾ 5 വിധമാണ് ഉള്ളത്. എല്ലാ മഫ്ഊലുകൾക്കും ഇഅ്റാബ് നസ്ബാണ്. 5 മഫ്ഊലുകളുണ്ട്, 5 മഫ്ഊലും നസ്ബാണ്. ഇനി 5 അല്ലാത്ത വേറെ മഫ്ഊലുകൾ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പലതുണ്ട്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 5 മഫ്ഊലുകളാണുള്ളത്. ഒന്നാമത്തെ അൽ മഫ്ഊലുൽ മുത്ലഖ്, മറ്റൊന്ന് അൽ മഫ്ഊലു ബിഹി, അൽ മഫ്ഊലു ഫീഹി, അൽ മഫ്ഊലു ലഹു, അൽ മഫ്ഊലു മഅഹു. ഇങ്ങനെ 5 മഫ്ഊലുകളാണുള്ളത്. ഓരോന്നും നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്തേത് അൽ മഫ്ഊലുൽ മുത്ലഖ്. പ്രത്യേകിച്ച് ഒരു ഖൈദ് ഇല്ലാത്ത മഫ്ഊലാണ് മഫ്ഊൽ മുത്ലഖ്. മറ്റുള്ള മഫ്ഊലുകളൊക്കെ മഫ്ഊൽ ബിഹി ഒരു ബാ കൊണ്ട് ഖൈദുണ്ട്, മഫ്ഊൽ ഫീഹി അവിടെ ഫീ കൊണ്ട് ഖൈദുണ്ട്, മഫ്ഊൽ ലഹു മഅഹു അവിടെയൊക്കെ ഏതെങ്കിലും ഒരു ജറിൻ്റെ ഹർഫ് കൊണ്ട് ഖൈദ് കൊടുത്തിട്ടുള്ള മഫ്ഊലാണ്. അതേസമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഖൈദൊന്നും ഇല്ലാത്ത മഫ്ഊലാണ് മഫ്ഊൽ മുത്ലഖ്. എന്താണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ? ഒരു 2 നിർവചനം നമുക്ക് നോക്കാം. എങ്ങനെ? ഖൈദ് എന്നൊരു ഉപാധി എന്നൊക്കെ പറയാം. ഏതെങ്കിലും ഒരു ജറിൻ്റെ ഹർഫ് അതിൻ്റെ ഉപാധിയോട് കൂടെയാണ് മഫ്ഊൽ, ഒറ്റക്കല്ല, ഒരു മഅ എന്ന ഒരു ഉപാധിയോട് കൂടെയുള്ള മഫ്ഊൽ മഅഹു. മറ്റേ ലാം ഒക്കെ ഒരു ജറിൻ്റെ ഹർഫ് കൂടെ ഉണ്ടല്ലോ, ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ചൊരു ജറിൻ്റെ ഹർഫൊന്നും ഇല്ലാതെ തനിയെ വരുന്ന മഫ്ഊലാണ് മഫ്ഊൽ മുത്ലഖ്. അങ്ങനെ ആ മഫ്ഊൽ മുത്ലഖ് എന്നുള്ള പേര് വരാനുള്ള കാരണം സൂചിപ്പിച്ചതാണ്. മുത്ലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികം എന്നാണ്, ഒരു ഉപാധിയും ഇല്ലാത്തത് എന്നാണ്. അപ്പോൾ ഇത് നിരുപാധികമാവണമെങ്കിൽ മറ്റുള്ള മഫ്ഊലുകൾ ഉപാധിയോട് കൂടെ ആവണമല്ലോ. അതേ മറ്റുള്ള മഫ്ഊലുകൾ ഉപാധിയോട് കൂടെയാണ്, ഏതെങ്കിലും ഒരു ജറിൻ്റെ ഹർഫിൻ്റെ കൂടെയാണ് മറ്റുള്ള ഹർഫുകളൊക്കെ വരുന്നത്. ഈ മഫ്ഊൽ അങ്ങനെ ഒരു ജറിൻ്റെ ഹർഫിനോട് കൂടെ അല്ലാതെ ഒരു ഉപാധിയും ഇല്ലാതെ വരുന്നതാണ്. അതുകൊണ്ട് മഫ്ഊൽ മുത്ലഖ് എന്നതിന് പേര്, അതൊരു പേര് വരാനുള്ള ചെറിയൊരു കാരണം. അതിൻ്റെ നിർവചനം 2 നിർവചനം നമുക്ക് പറയാം. ഒന്ന് നോക്കൂ. വഹുവൽ മസ്തറുൽ ഫദ്ലത്തു അൽ മുസല്ലത്തു അലൈഹി ആമിലുൻ മിൻ ലഫ്ളിഹി ഔ മിൻ മഅനാഹു. വഹുവൽ മസ്തറു, അത് മസ്തറാണ്. മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ മസ്തറാണ്. അൽ ഫദ്ലത്തു, ഫദ്ലയായ മസ്തറാണ്. ഫദ്ലത്ത്, ഉംദത്ത്, ഇങ്ങനെ 2 സംഗതികളാണ് ഒരു ജുംലയിൽ ഉണ്ടാവുക. ഉംദ എന്ന് പറഞ്ഞാൽ അതിന് അവിഭാജ്യ ഘടകമായിരിക്കും. ആ അവിഭാജ്യ ഘടകമല്ലാത്ത മറ്റെല്ലാം ഫദ്ലയാണ്. ഇപ്പോൾ ജുംലകൾ 2 ഇനമാണുള്ളത്. ഇസ്മിയ ജുംലയുണ്ട്, ഫിഅലിയ ജുംലയുണ്ട്. ഇസ്മിയായ ജുംലയാകുമ്പോൾ അതിൻ്റെ ഉംദ എന്ന് പറയുന്നത് മുബ്തദഉം ഖബറും ആണ്. മുബ്തദഉം ഖബറും അല്ലാത്ത മറ്റെന്ത് ആ ജുംലയിൽ വന്നാലും അതൊക്കെ ഫദ്ലയാണ്. എന്നതുപോലെ ഒരു ഫിഅലിയ ജുംലയാണെങ്കിൽ അതിൻ്റെ ഉംദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിഅലും ഫായിലുമാണ് അതിന് ഉംദ. ജുംലയാവാൻ അടിസ്ഥാനപരമായി വേണ്ടത് ഈ ഫിഅലും ഫായിലുമാണ്. ഇനി അതല്ലാതെ മറ്റെന്ത് ആ ജുംലയിലുണ്ടെങ്കിലും അത് മഫ്ഊലുകളാവാം, ഹാലാവാം, തമ്മീസാവാം, ഇങ്ങനെ തുടങ്ങി എന്തുണ്ടെങ്കിലും അതൊക്കെ ഫദ്ലയാണ്. ആ ഫദ്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മനസ്സിലായല്ലോ. അപ്പോൾ മഫ്ഊൽ മുത്ലഖ് ആകുന്നത് ഒരു മസ്തറാണ്, ഫദ്ലയായ മസ്തറാണ്. മാത്രമല്ല അൽ മുസല്ലത്തു അലൈഹി ആമിലുൻ, അതിൻ്റെ മേൽ ഒരു ആമിൽ അധികാരം ചെലുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അൽ മുസല്ലത്തു അലൈഹി, ഇതിൻ്റെ മേൽ അധികാരം ചെലുത്തപ്പെട്ടിരിക്കുന്നു. ആമിലുൻ, ഒരു ആമിൽ അധികാരം ചെലുത്തിയിരിക്കുന്നു. മിൻ ലഫ്ളിഹി ഔ മിൻ മഅനാഹു, ഈ മസ്തറിൻ്റെ ലഫ്ളിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ മഅനയിൽ നിന്നോ ഉള്ള ആമിൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഉദാഹരണം നോക്കാം. ഫദ്ല ഒന്നുകൂടി പറയുമോ എന്ന് ചോദിക്കുന്നു. ഫദ്ല എന്ന് പറഞ്ഞു ഒരു ജുംലയിലെ ഏറ്റവും അവിഭാജ്യ ഘടകം ആയി വരുന്ന മുസ്നദ്, മുസ്നദിലേഹി അല്ലാത്തവക്കാണ് ഫദ്ല എന്ന് പറയാം. ഒരു ജുംലയാവണമെങ്കിൽ ഇപ്പോൾ ഇസ്മിയ ജുംലയാവുമ്പോൾ മുബ്തദ ഖബറാണ് അതിൻ്റെ അവിഭാജ്യ ഘടകം.
ഫീലിയ ജുംലയാവുമ്പോൾ ഫീലും ഫായിലുമാണ് അവിഭാജ്യ ഘടകം. അതല്ലാത്ത മറ്റെന്ത് ആ ജുംലയിലുണ്ടെങ്കിലും അതിനാണ് ഫദ്ലത്ത് എന്ന് പറയാം. വാക്കിൻ്റെ അർത്ഥം തന്നെ മിച്ചമായത് എന്നൊക്കെയാണല്ലോ ഫദ്ലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. അവിഭാജ്യ ഘടകമല്ലാത്തതാണ് ഈ ഫദ്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുസ്നദ് മുസ്നദ് ഇലൈഹി അല്ലാത്തത്. ഈ മെയിനായിട്ടുള്ളതിനാണ് മുസ്നദ് മുസ്നദ് ഇലൈഹി എന്ന് പറയാം. അപ്പോൾ ഇസ്മിയ ജുംല ആവുമ്പോൾ മുസ്നദ് ഇലൈഹി മുബ്തദിനാണ് മുസ്നദ് ഇലൈഹി എന്ന് പറയാം, ഖബറിനാണ് മുസ്നദ് എന്ന് പറയാം. അതേപോലെ സെയ്ദുൻ ആലിമുൻ എന്ന് പറയുമ്പോൾ ആലിമുൻ എന്ന വിശേഷണത്തെ നമ്മൾ ചേർക്കുന്നു ആരിലേക്ക്, സെയ്ദിലേക്ക് ചേർക്കുന്നു. അപ്പോൾ ആരിലേക്കാണ് ചേർക്കുന്നത് ആണ് മുസ്നദ് ഇലൈഹി എന്ന് പറയാം. ആ മുസ്നദ് ഇലൈഹിലേക്ക് എന്ത് കാര്യത്തെയാണ് ചേർക്കുന്നത് അതിന് മുസ്നദ് എന്ന് പറയും. അപ്പോൾ മുബത്തദ ഖബർ ജുംല ആകുമ്പോൾ മുബത്തദാണ് മുസ്നദ് ഇലൈഹി. പിന്നെ മുബത്തദിനെ കുറിച്ച് ഖബറായിട്ടൊരു കാര്യം പറയുകയാണല്ലോ, അപ്പോൾ ആ കാര്യം മുസ്നദ്. എന്നുപോലെ ഫീലിയ ജുംല ആകുമ്പോൾ ഫിഅല് മുസ്നദ്, ഫായില് മുസ്നദ് ഇലൈഹി. ലറബ സെയ്ദുൻ എന്ന് പറയുകയാണെങ്കിൽ ലറബ അടിച്ചു, സെയ്ദുൻ സെയ്ദ് അടിച്ചു. ഇവിടെ ഇപ്പോൾ സെയ്ദിലേക്ക് ഒരു ലറബ എന്ന പ്രവൃത്തി നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ ആരിലേക്കാണ് ചേർക്കുന്നത്? സെയ്ദിലേക്ക്. അപ്പോൾ സെയ്ദ് മുസ്നദ് ഇലൈഹി, ഫായില് മുസ്നദ് ഇലൈഹി. ആ ഫായിലേക്ക് എന്തേ ചേർക്കുന്നത്? ലറബ എന്ന ഫീലിനെയാണ് ചേർക്കുന്നത്. അപ്പോൾ ലറബ എന്നുള്ള ഫീല് മുസ്നദ്. അപ്പോൾ ഇസ്മിയ ജുംല ആവട്ടെ ഫീലിയ ജുംല ആവട്ടെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് മുസ്നദ് മുസ്നദ് ഇലൈഹിയാണ്. അവ അല്ലാത്തവക്കാണ് ഫദ്ല എന്ന് പറയാം. നമ്മൾ മഫ്ഊൽ മുത്ലഖായിട്ട് വരുന്നത് ഒരു മസ്ദറായിരിക്കും, അത് ഫദ്ലയായിരിക്കും. അതായത് ഫീലിയ ജുംല ആണെങ്കിൽ ഫീലും ഫായിലൊക്കെ വേറെ വന്നിട്ടുണ്ടാകും. ഇതൊരു ഒരു ഫദ്ലയായിട്ട് വരുന്ന മസ്ദറാണ് മഫ്ഊൽ മുത്ലഖ്. ഓക്കെ അല്ലേ? അൽ മുസല്ലിത്തു അലൈഹി ആമിലുൻ മിൻ ലഫ്ദിഹി ഔ മിൻ മഅനാഹു. എന്നിട്ട് ഈ മസ്ദറിന് മേൽ ആ മസ്ദറിൻ്റെ ലഫ്ദിൽ നിന്നോ അല്ലെങ്കിൽ മഅനയിൽ നിന്നോ ഉള്ള അമല് ചെയ്യും. അങ്ങനെയുള്ള മസ്ദർ. ഉദാഹരണത്തിന് ലറബ്തു ലർബൻ, ഞാൻ ഒരടി അടിച്ചു എന്ന് പറയുമ്പോൾ ആ ലർബൻ എന്നുള്ളത് മഫ്ഊൽ മുത്ലഖാണ്. കാരണം എന്താ? ലർബൻ അത് മസ്ദറാണ്, ഫദ്ലയാണ്. മാത്രമല്ല ആ മസ്ദറിൻ്റെ മേൽ അതിൻ്റെ ലഫ്ദിൽ നിന്നുള്ള ആ ലർബ് എന്ന് പറയുന്ന ലഫ്ദിൽ നിന്നുള്ള ആമിലാണ് ലറബത്തു എന്ന ഫീല്. അങ്ങനെ ഒരു ഫീൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ ആമിൽ ചെയ്തിട്ടുണ്ട്. ഫദ്ലയാണ്. ലറബത്തുവില് ഫീലും ഫായിലും കഴിഞ്ഞു. ലർബൻ നിർമ്മിന മസ്തർ ഫദ്ലയാണ്. അപ്പോൾ ഫദ്ലയായിട്ട് വന്ന മസ്തറാണ്. മാത്രമല്ല അതിലെന്ത് ചെയ്തു? ഈ ലർബ് എന്നതിൽ നിന്നുള്ള ആ ലഫ്ദിൽ നിന്നുള്ള ആമിലാണ് ലറബത്തു. അങ്ങനെ ഒരു ലഫ്ദിൽ നിന്നുള്ള ആമിൽ ചെയ്തു. ഇനി ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, മഅനയിൽ നിന്നുള്ള ആമിലും ആവാം. ഉദാഹരണം ഇവല്ല, കഅത്തു ജുലൂസൻ എന്ന ഉദാഹരണം കണ്ടോ? കഅത്തു ജുലൂസൻ, കഅത്തു ഞാനിരുന്നു, ജുലൂസൻ ഒരു ഇരുത്തം ഇരുന്നു. ഇവിടെ ജുലൂസൻ എന്ന മസ്തറാണ്. അതിൻ്റെ മേൽ അമൽ ചെയ്ത ആമിലാരാണ്? കഅത്തു എന്ന ഫീലാണ് അല്ലേ? ശരിക്ക് ജലസ്തു എന്ന ഫീലാകുമ്പോഴാണ് ജുലൂസ് എന്ന അലഫുദിൽ നിന്നുള്ള ആമിലാവുക. ഇത് അലഫുദിൽ നിന്നുള്ള ആമിലല്ല, മറിച്ച് ജലസ എന്ന അതേ അർത്ഥം വരുന്ന മറ്റൊരു ഫീല്, ഖുഉദ് എന്നതിൽ നിന്ന് വരുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇങ്ങനെ അലഫുദിൽ നിന്നോ അല്ലെങ്കിൽ മഅനയിൽ നിന്നോ ഉള്ള ആമിൽ, അതിൻ്റെ മേൽ ആമൽ ചെയ്യുന്ന ഫദ്ലയായ മസ്ദർ, ഇതിനാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയാം. ഇത് ഒരു നിർവചനമാണ്. ഇനി മറ്റൊരു നിർവചനം നോക്കാം. ഇസ്മുൻ മൻസൂബുൻ മുവാഫിഖുൻ ലിൽ ഫിഅലി ഫി ലഫ്ദിഹി. ഇസ്മുൻ മൻസൂബുൻ, അതൊരു മൻസൂബായ ഇസ്മാണ്. മുവാഫിഖുൻ ലിൽ ഫിഅലി, ഫിഅലിനോട് യോജിക്കുന്ന, ഫി ലഫ്ദിഹി അതിൻ്റെ ലഫ്ദിൽ യോജിക്കുന്ന ഒരു മൻസൂബായ ഇസ്മ്. അപ്പോൾ ഈ താരിഫ് അനുസരിച്ച് ഖഅത്തു ജുലൂസൻ എന്നൊന്നും ശരിയാവില്ല. അതായത് രണ്ട് നിർവചനങ്ങൾ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഏതാണ് ഏറ്റവും ഫിറ്റ് അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നാമത്താണ് കൂടുതൽ ഫിറ്റായി തോന്നുന്നത്. ഏതാവട്ടെ, ഇത് എന്തിനൊക്കെ വരിക? മഫ്ഊൽ മുത്ലഖ് ഏതെല്ലാം അർത്ഥങ്ങൾക്ക് വരിക? 3 അർത്ഥങ്ങൾക്ക് വേണ്ടി വരും. വയജിഉ ബഅദൽ ഫിഅലി ലിതഅകീദിഹി ഔ ലിബയാനി നൗഇഹി ഔ അദദിഹി. ഒന്നുകിൽ ഫിഅലിനെ തഅക്കീദ് ചെയ്യാൻ വേണ്ടി, ഒരു എംഫസൈസിന് വേണ്ടി മാത്രം വരാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ആ ഫീലിൻ്റെ ഇനം വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, അത് ഏത് രൂപത്തിൽ ഉള്ള പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് ആ ഇനം വിശദീകരിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. മറ്റൊന്ന് അതിൻ്റെ എണ്ണം വിശദീകരിക്കാൻ വേണ്ടി. ഇങ്ങനെ 3
കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ മഫ്ഊൽ മുത്തലക്ക് വരാറ്. 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വയജിഉ ബഅദൽ ഫിഅലി ലിതഅക്കീദിഹി ഔ ലിബയാനി നൗഇഹി ഔ അദദിഹി. അല്ലേ? ഉദാഹരണം നോക്കാം. മിസാലുഹു ലറബത്തു ലറബൻ. ഞാനൊരു അടി അടിച്ചു. ഒരു അടി അടിച്ചു. അവിടെ ഒരു അടി അടിച്ചു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒന്ന് എന്നർത്ഥം അറിയിക്കാനാവാം, അല്ലെങ്കിൽ ലറബത്തു എന്നതിന് ഒന്നുകൂടി ശക്തി കൂട്ടിയിട്ട് ലറബത്തു ലർബൻ, ഞാനൊരു അടി അടിച്ചു, അങ്ങനെ ഒരു തെക്കിയതിന് വേണ്ടി മാത്രം, ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് മഫ്ഊൽ മുത്തലക്ക് വരും. വേറെ ഉദാഹരണം നോക്കൂ. തദൂറുൽ അർളു ദൗറത്തൻ ഫിൽ യൗമി. തദൂറുൽ അർളു, ഭൂമി കറങ്ങുന്നു, ദൗറത്തൻ ഒരു കറക്കം, ഫിൽ യൗമി ഒരു ദിവസത്തിൽ ഒരു ചുറ്റൽ ചുറ്റുന്നു. അവിടെ ഇപ്പോൾ ദൗറത്തൻ എന്നുള്ളത് ആ എണ്ണം വിശദീകരിക്കാനാണ്. തദൂറു ദൗറത്തൻ ഒരു ചുറ്റൽ ചുറ്റുന്നു, അങ്ങനെ ആ എണ്ണം വിശദീകരിക്കാനാണ് അവിടെ വന്നിട്ടുള്ളത്. അടുത്ത ഉദാഹരണം നോക്കൂ. ഇപ്പോൾ തദൂറു ദാറയദൂറു എന്ന അതിൻ്റെ മസ്തറാണ് ദൗറത്തൻ എന്നുള്ളത് കേട്ടോ. പിന്നെ യസിബുൻ നമീറു വുസൂബൽ അസദ്. യസിബുൻ നമീറു, നമീർ എന്ന് പറഞ്ഞാൽ പുലി എന്നൊക്കെ പറയാം. പുലി ചാടുന്നു, വുസൂബൽ അസദി സിംഹം ചാടുന്നത് പോലത്തെ ചാട്ടം. അപ്പോൾ യസിബു എന്നതിൻ്റെ മസ്തറാണ് വുസൂബ്. വസബ യസിബു വുസൂബൻ. അപ്പോൾ മസ്തർ ഇവിടെ എന്ത് ചെയ്തു? ഈ മസ്തർ എന്തിനാണ് വന്നപ്പോൾ നൗ വിശദീകരിക്കാനാണ്. കാരണം ഈ പുലി ചാടുന്നു, ഏത് രൂപത്തിലുള്ള ചാട്ടം? വുസൂബൽ അസദി സിംഹം ചാടുന്നത് പോലത്തെ ചാട്ടം ചാടുന്നു. അപ്പോൾ ആ നൗ വിശദീകരിക്കാനാണ്. ഇങ്ങനെ പല ഫായിദകൾക്ക് വേണ്ടി മഫ്ഊൽ മുത്തലക്ക് വരാറുണ്ട്. അപ്പോൾ നുസ്സിലൽ മലായിക്കത്തു തൻസീല, അത് മറ്റൊരു ഉദാഹരണമാണ്. നുസ്സിലൽ മലായിക്കത്തു, മലക്കുകളെ ഇറക്കപ്പെട്ടാൽ, തൻസീലൽ ഒരു ഇറക്കപ്പെട്ടാൽ, അവിടെയൊക്കെ ആ മലക്കുകളെ ഇറക്കുന്ന ആ ഒരു വല്ലാത്തൊരു ഇറക്കൽ, വല്ലാത്ത രംഗം അതൊക്കെ കാണിക്കാനാണ്, ആ നൗഇനെ വിശദീകരിക്കാനൊക്കെയാണ് ആ തൻസീലൻ എന്നുള്ളതുള്ളത്. പിന്നെ കഅത്തു ജുലൂസ നമ്മൾ പറഞ്ഞു. മഫ്ഊൽ മുത്തലക്ക് അതിൽ അമല് ചെയ്യുന്ന ഫെയില് ആ മസ്തറിൽ നിന്നുള്ള ലഫ്ളിൽ നിന്നും ആവാം, അതിൻ്റെ മഅനയിൽ നിന്നും ആവാം എന്നൊക്കെ പറഞ്ഞു. ആ മഅനയിൽ നിന്നായതിൻ്റെ ഒരു ഉദാഹരണമാണ് കഅത്തു ജുലൂസൻ എന്നുള്ളത്. ലഅബ ഹസനുൻ ലഅബൻ, ഹസൻ കളിച്ചു, ലഅബൻ ഒരു കളിക്കൽ കളിച്ചു. യശ്റബു തിഫ്ലു അല്ലബന ഷുർബൻ. യശ്റബു തിഫ്ലു കുട്ടി കുടിക്കുന്നു, അല്ലബന പാല്, ഷുർബൻ ഒരു കുടിക്കൽ കുടിക്കുന്നു. അതിവിടെയൊക്കെ പല ഫായിദകൾക്ക് വേണ്ടി ഇങ്ങനെ മഫ്ഊൽ മുത്തലക്ക് വരാം. 3 അർത്ഥങ്ങൾക്ക് വേണ്ടി മഫ്ഊൽ മുത്തലക്ക് വരാം. മഫ്ഊൽ മുത്തലക്കൊക്കെ മൻസൂബായിരിക്കും. അതിന് നസ്ബ് ചെയ്യുന്ന ആമിൽ ആ മസ്തറിൽ നിന്നുള്ള അതേ ലഫ്ളിൽ നിന്നുള്ള ആമിലാവാം, അല്ലെങ്കിൽ മഅനയിൽ നിന്നുള്ള ആമിലാകാം. ഇതാണ് നമ്മളിതുവരെ പറഞ്ഞ വിഷയങ്ങൾ. ഇനി മറ്റൊരു വിഷയം, വയനൂബു അനിൽ മസ്തരി ഇസ്മുൽ ആലത്തി വൽ അദദി വ കുല്ല് ബഅള്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഫ്ഊൽ മുത്തലക്കിനെ തൊട്ട് പകരമായിട്ട് വരാറുണ്ട്. മഫ്ഊൽ മുത്തലക്കായിട്ട് വരാൻ ശരിക്ക് മസ്തറാണ് മഫ്ഊൽ മുത്തലക്കായിട്ട് വരാൻ നമ്മൾ പഠിച്ചത്. അതേസമയം ഈ മസ്തറിനെ തൊട്ട് പകരമായിട്ട് മസ്തറല്ലാത്ത മറ്റു പലതും മഫ്ഊൽ മുത്തലക്ക് തൊട്ട് പകരമായിട്ട് വരാറുണ്ട്. അവയാണ് ഇനി പറയുന്നത്. അഥവാ യനൂബു അനിൽ മസ്തരി, മസ്ദറിനെ തൊട്ട് പകരം വരും. ഇസ്മുൽ ആലത്ത്, ഇസ്മുൽ ആലത്ത് പകരം വരാറുണ്ട്. ഇസ്മുൽ ആലത്ത് എന്ന ആയുധം എന്നാണ്, ഒരു പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധം. ആ ആയുധത്തിൻ്റെ പേര് ഇസ്മ് എന്ത് മസ്ദറിനെ തൊട്ട് പകരമായിട്ട് മഫ്ഊൽ മുത്തലക്കായിട്ട് വരാറുണ്ട്. അതിന് ഉദാഹരണമാണ് ഒന്നാമത്തെ ഉദാഹരണം, ലറബത്തുഹു സൗത്തൻ. ലറബത്തുഹു ഞാൻ അവനെ അടിച്ചു, സൗത്തൻ ചാട്ടവാറ് കൊണ്ടുള്ള ഒരു അടി അടിച്ചു. അപ്പോൾ സൗത്ത് എന്നുള്ളത് ശരിക്ക് ചാട്ടവാറ് എന്നുള്ളത് ആലത്താണ്, അടിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ്. ശരിക്കും അവിടെ ലറബത്തുഹു ലർബൻ ബി സൗത്തിൻ എന്നൊക്കെ ഉണ്ടാവാം. കാരണം ചാട്ടവാറ് കൊണ്ടുള്ള ഒരു അടി അവൻ അടിച്ചു എന്നാണ്. എന്നിട്ട് ആ ഇസ്മുൽ ആലത്ത് ചിലപ്പോൾ ഈ മസ്തറിനെ തൊട്ട് പകരമായിട്ട്, ശരിക്കും ലറബത്തു ലർബൻ എന്നുണ്ടായിരുന്ന ആ മസ്തറിനെ തൊട്ട് പകരമായിട്ട് ഈ സൗത്ത് എന്നുള്ള ഇസ്മുൽ ആലത്ത് വരാറുണ്ട്. അതുപോലെ തന്നെ അദദ് വരാറുണ്ട്. ഇപ്പോൾ ഫജ്ലിദൂഹും സമാനീന ജൽദത്തൻ, ഫജ്ലിദൂഹും നിങ്ങൾ അവരെ അടിക്കുവീൻ, സമാനീന 80 അടിക്കുവീൻ, ജൽദത്തൻ ആ 80 എന്തിനാൽ ജൽദത്തൻ അടിയിനാൽ, അപ്പോൾ 80 അടി അവരടിക്കുവീൻ.
ഇവിടെ സമാനീന എന്നതിൻ്റെ തമ്മീസാണ് ജൽദത്ത് എന്നുള്ളത്. നമ്മൾ അതത് മഅദൂദൊക്കെ വിശദീകരിച്ചല്ലോ. 11 മുതൽ 99 വരെയുള്ളതിൻ്റെ അതിൻ്റെ മഅദൂദ് ഇങ്ങനെ മുഫ്രദായി വരും. മൻസൂബാണ് അതിൻ്റെ ഇറാബ് ഉണ്ടാവുക, തമ്മീസിൻ്റെ നിലക്ക് നസ്ബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു. അപ്പോൾ സമാനീന എന്നതിൻ്റെ തമ്മീസാണ് ജൽദത്തൻ. ഇവിടെ സമാനീന എന്നതിൻ്റെ ഇറാബ് എന്താണ്? അതാണ് ഇവിടെ മഫ്ഊൽ മുത്ലഖായി വന്നിട്ടുള്ളത്. ഫജ്ലിദുഹും, നിങ്ങൾ അവരെ അടിക്കുവീൻ. സമാനീന 80 അടിയടിക്കും. അവിടെ ഈ 80 എന്നുള്ളത് മഫ്ഊൽ മുത്ലഖാണ് ഇവിടെ. ആ മഫ്ഊൽ മുത്ലഖിന് തൊട്ട് പകരമായിട്ട്, ആ മസ്തറിന് തൊട്ട് പകരമായിട്ട് ഇസ്മുൽ ആലത്ത് വരാറുണ്ട്, അദദും വരാറുണ്ട്. ഇനി മറ്റു നോക്കൂ. വ കുല്ലുൻ വ ബഅലുൻ മുളാഫൈനി ഇലൽ മസ്തരി, മസ്തറിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട കുല്ല്, ബഅല് എന്ന പദങ്ങളും മസ്തറിന് തൊട്ട് പകരമായിട്ട് വരാറുണ്ട്. ഉദാഹരണം അക്രംതു സയ്യിദൻ ബഅലൽ ഇക്രാം. മൂന്നാമത്തെ ഉദാഹരണം കണ്ടില്ലേ? അക്രംതു സയ്യിദൻ, ഞാൻ സയ്യിദിനെ ആദരിച്ചു. ബഅലൽ ഇക്രാമി, ചെറിയ ആദരവ് ആദരിച്ചു. അവിടെ ബഅല എന്നുള്ളത് മഫ്ഊൽ മുത്ലഖാണ്. അക്രംതു സയ്യിദൻ ഇക്രാമൻ മസ്തറാണ് ശരിക്കും അവിടെ വരേണ്ടത്. പക്ഷേ ആ മസ്തറിലേക്ക് ഇളാഫത്ത് ചെയ്ത ബഅല് എന്നുള്ളത് മഫ്ഊൽ മുത്ലഖായിട്ട് ഇവിടെ വന്നു. അപ്പോൾ മസ്തറിന് തൊട്ട് പകരമായിട്ട് ബഅല് വരാറുണ്ട്. പക്ഷേ ബഅല് ഒറ്റയ്ക്ക് വരില്ല, മസ്തറിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് വരാറുണ്ട്. അതുപോലെ അക്രംതുഹു കുല്ലൽ ഇക്രാം, അക്രംതുഹു ഞാനവനെ ആദരിച്ചു. കുല്ലൽ ഇക്രാം പരിപൂർണമായ നിലക്ക് അവൻ ആദരിച്ചു. ഇവിടെ കുല്ല് എന്നുള്ളത് മഫ്ഊൽ മുത്ലഖാണ്, മസ്തറിന് തൊട്ട് പകരമായി വന്ന മഫ്ഊൽ മുത്ലഖാണ്. അതുപോലെ ഇസ്മുൽ ഇഷാറത്ത് മഫ്ഊൽ മുത്ലഖിന് തൊട്ട് മസ്തറിന് തൊട്ട് പകരമായിട്ട് വരാറുണ്ട്. പക്ഷേ ഇസ്മുൽ ഇഷാറ എവിടേക്കുള്ള ഇഷാറത്ത് ആവണം? മുഷാറം ബിഹി ഇലൽ മസ്തർ, മസ്തറിലേക്ക് ഇഷാറത്ത് ചെയ്യപ്പെടുന്ന ഇസ്മുൽ ഇഷാറയാവണം. ഉദാഹരണത്തിന് അക്രംതു സയ്യിദൻ ദാലിക്കൽ ഇക്രാം, അക്രംതു സയ്യിദൻ, ഞാൻ സയ്യിദിനെ ആദരിച്ചു. ദാലിക്കൽ ഇക്രാം, ആ ആദരിക്കൽ ആദരിച്ചു, ആ ആദരവ്. അപ്പോൾ ആരോ വേറൊരാളെ ആദരിച്ചു, അത് കണ്ടപ്പോൾ ഇയാൾ പറയാണ് ഞാൻ സയ്യിദിനെ ഇതേപോലത്തെ ഒരു ആദരവ് ഞാൻ ആദരിച്ചു എന്നൊക്കെ പറയാണ്. ഏതാവട്ടെ, ഇവിടെ ഇപ്പോൾ അക്രംതു എന്നതിൻ്റെ മഫ്ഊൽ മുത്ലഖ്, ഇവിടെ ദാലിക്ക എന്ന ഇഷാറത്തിൻ്റെ ഇസ്മാണ്. ആ ഇഷാറത്തിൻ്റെ ഇസ്മ കൊണ്ട് ഇഷാറത്ത് എങ്ങോട്ടാണ്? ദാലിക്കൽ ഇക്രാം, ആ ഇക്രാമിലേക്കാണ്, മസ്തറിലേക്കാണ് ഇഷാറത്തുള്ളത്. അപ്പോൾ അങ്ങനെ മസ്തറിലേക്ക് ഇഷാറത്ത് ചെയ്യപ്പെടുന്ന ഇസ്മുൽ ഇഷാറ മസ്തറിന് തൊട്ട് പകരമായിട്ട് വരാറുണ്ട്. അതുപോലെ സിഫത്തുൽ മസ്തർ, മസ്തറിൻ്റെ സിഫത്ത് മസ്തറിന് തൊട്ട് പകരമായിട്ട് വരാറുണ്ട്. ഉദാഹരണം നോക്ക്. അഹ്സൻതു ഇലൈഹി അഷദ്ദൽ ഇഹ്സാൻ, അഹ്സൻതു ഇലൈഹി, ഞാൻ അവന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു. അഷദ്ദൽ ഇഹ്സാൻ, അങ്ങേയറ്റം ശക്തമായ, അങ്ങേയറ്റം ഉള്ള ഗുണങ്ങൾ എന്ത് ചെയ്തു? അവന് ഗുണം ചെയ്തു. ഇവിടെ ശരിക്കും അഹ്സൻതു ഇലൈഹി ഇഹ്സാനൻ അഷദ്ദ, ഇഹ്സാനൻ എന്ന മസ്തറാണ് ശരിക്കും മഫ്ഊൽ മുത്ലഖ്. അതിൻ്റെ സിഫത്താണ് അഷദ് എന്നുള്ളത്. ഇതിൽ ആ സിഫത്ത് എന്ത് ചെയ്തു? മഫ്ഊൽ മുത്ലഖിനെ തൊട്ട് അല്ല മസ്തറിനെ തൊട്ട് പകരമായി മഫ്ഊൽ മുത്ലഖായിട്ട് ഇവിടെ വന്നു. അതുപോലെ തന്നെ അടുത്താണ് ഇസ്മുൽ മസ്തർ, ഇസ്മു മസ്തറും വരാറുണ്ട്. മഫ്ഊൽ മസ്തറിന് തൊട്ട് പകരമായിട്ട് ഇസ്മു മസ്തർ വരാറുണ്ട്. കുബ്ര എന്ന് പറഞ്ഞ ഒരാടെ നാടയാണ് കയ്യിലാറ്. എങ്ങനെ? കുബ്ര എന്ന് പറഞ്ഞ ഒരാടെ നാടയാണ്. അത് ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല. ഒന്നാണ് റിക്വസ്റ്റ് വന്നോ? റിക്വസ്റ്റ് വന്നിട്ടില്ല കേട്ടോ. ഇഗ്തസല സെയ്ദുൻ ഊസ്ലൻ, സെയ്ദ് കുളിച്ചു. ഊസ്ലൻ, ഒരു കുളി കുളിച്ചു. ഇവിടെ ശരിക്കും മസ്തർ ഇഗ്തിസാലാണ് മസ്തർ. ഇഗ്തസല എന്നതിൻ്റെ മസ്തർ എങ്ങനെയാണ് വരിക? ഇഗ്തിസാൽ എന്നാണ്. ഇഫ്താല ഇഫ്താലു ഇഫ്തിയാലൻ, ഇഗ്തസല ഇഗ്തസലു ഇഗ്തിസാലൻ. ഇങ്ങനെ സായിദിയായ 3 അക്ഷരത്തേക്കാളൊക്കെ അധികരിച്ച ഇത്തരം ഫീലുകളുടെ മസ്തറുകൾ ചിലപ്പോൾ ഇങ്ങനെ 3 അക്ഷരത്തിലേക്ക് ഉപയോഗിക്കാറുണ്ട്. ഊസലം പോലെ. ഇതിനാണ് ഇസ്മു മസ്തർ എന്ന് പറയാം. അത് ശരിക്കും മസ്തറല്ല. അതേ സമയത്ത് അതിൻ്റെ മസ്തർ ഇഗ്തിസാലാണ്. ആ ഇഗ്തിസാലിൻ്റെ അതേ അർത്ഥത്തിന് വേണ്ടി വരുന്ന ഒരു ഇസ്മാണ് ഈ ഊസലൻ എന്നുള്ളത്. അപ്പോൾ ഇത് ഇസ്മു മസ്തറാണ്. ഈ ഇസ്മു മസ്തറും മസ്തർ തൊട്ട് പകരമായിട്ട് മഫ്ഊൽ മുത്ലഖായി വരാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ തവല്ലഅ്തു വുളൂഅൻ, തവല്ലഅ്തു, ഞാൻ വുളൂ ചെയ്തു.
വുളൂഅൻ ഒരു വുളൂ ചെയ്തു. ശരിക്കും വുളൂ എന്നുള്ളത് തവല്ലഅത്തുവിൻ്റെ മസ്ദറല്ലല്ലോ. തവല്ലഅൻ്റെ മസ്ദർ എങ്ങനെ വരാം? തഫഅല യതഫഅലു തഫഉലൻ. അപ്പോൾ തവല്ലഅ യതവല്ലഉ തവല്ലുഅൻ എന്നാണ് മസ്ദർ. പക്ഷേ അതിനൊരു പകരമായിട്ട് ഈ വുളൂ എന്ന ഇസ്മു മസ്ദർ പകരമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മസ്ദറിനൊരു പകരമായിട്ട് ഇസ്മുൽ ആലത്ത് വരും, അദദ് വരും, മസ്ദറിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട കുല്ല്, മസ്ദറിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട ബാള്, മസ്ദറിലേക്ക് ഇഷാറത്ത് ചെയ്യപ്പെടുന്ന ഇഷാറത്തിൻ്റെ ഇസ്മ്, മസ്ദറിൻ്റെ സിഫത്ത്, ഇസ്മുൽ മസ്ദർ, ഇങ്ങനെ 7 സംഗതികൾ ഇപ്പോൾ പറഞ്ഞു. ഏതാവട്ടെ ഈ 7 സംഗതികളും മസ്ദറിനെ തൊട്ട് പകരമായിട്ട് വരുമ്പോൾ ഫതുൻസബു അല അന്നഹു മഫ്ഊലുൽ മുത്ലഖുൻ, ഇവക്കെല്ലാം നസ്ബാണ് ഇറാബ് ഉണ്ടാവുക. മഫ്ഊലുൽ മുത്ലഖ് എന്ന നിലക്ക് അവക്കൊക്കെ നസ്ബ് ഉണ്ടാകും. ആ മഫ്ഊലുൽ മുത്ലഖിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മഫ്ഊൽ ബിഹിനെ കുറിച്ചാണ്. മഫ്ഊലുൽ മുത്ലഖുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമുക്ക് എല്ലാ മഫ്ഊലുകളും കുറിച്ച് പറഞ്ഞതിന് ശേഷം മൊത്തത്തിൽ മഫ്ഊലുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ മഫ്ഊൽ ബിഹിനെ കുറിച്ച് പറയാം കേട്ടോ. മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ മാ യതഅദ്ദ ഇലൈഹിൽ ഫിഅലു. മാ ഒരു ഇസ്മാണ്, യതഅദ്ദ അല്ലെങ്കിൽ മാ ഒരു മഫ്ഊലാണ്. യതഅദ്ദ ഇലൈഹി ആ മഫ്ഊലിലേക്ക് വിട്ട് കടന്നിരിക്കുന്നു. അൽ ഫിഅലു ഫിഅൽ വിട്ട് കടന്നിരിക്കുന്നു. അപ്പോൾ ഫിഅൽ ഏതൊരു മഫ്ഊലിലേക്കാണ് വിട്ട് കിടക്കുന്നതെങ്കിൽ അതിനാണ് മഫ്ഊൽ ബിഹി എന്ന് പറയാം. വേറൊരു നിർവചനം പറഞ്ഞാൽ മാ വഖഅ അലൈഹി ഫിഅലുൽ ഫാഇലി, അത് ഒന്നുകൂടി മട്ടായ നിർവചനമാണ്. ഒരു ഫായിലിൻ്റെ പ്രവൃത്തി ആരുടെ മേലിലാണോ സംഭവിക്കുന്നതെങ്കിൽ അതിനാണ് മഫ്ഊൽ ബിഹി എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ലറബ സെയ്ദുൻ അമ്രൻ, സെയ്ദ് അമ്രിനെ അടിച്ചു എന്ന് പറയുമ്പോൾ സെയ്ദിൻ്റെ ഒരു പ്രവൃത്തിയാണ് ലറബ എന്നുള്ളത്, അടിച്ചു എന്നുള്ളത്. ഈ പ്രവൃത്തി ആരുടെ മേലിലാണ് സംഭവിച്ചത്? അമ്രിൻ്റെ മേലിലാണ്. അതുകൊണ്ട് അമ്രൻ എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്. മറ്റൊരു ഉദാഹരണം നോക്കൂ. അക്കല ദിബു അൽ ഖറൂഫ, അക്കല ദിബു ചെന്നായ ഭക്ഷിച്ചു, അൽ ഖറൂഫ ആട്ടിൻകുട്ടിയെ ഭക്ഷിച്ചു. ഈ ചെന്നായയുടെ ഒരു പ്രവൃത്തിയാണ് അക്കല എന്നുള്ളത്. ഈ അക്കല എന്ന പ്രവൃത്തി ആരുടെ മേലിലാണ് സംഭവിച്ചത്? ഖറൂഫിൻ്റെ മേലിലാണ്. അപ്പോൾ ഖറൂഫ് മഫ്ഊൽ ബിഹിയാണ്. യസീദു സഅലബു അദ്ദജാജത്ത, കുറുക്കൻ വേട്ടയാടുന്നു അദ്ദജാജത്ത കോഴിയെ. കുറുക്കൻ്റെ ഒരു പ്രവൃത്തിയാണ് വേട്ടയാടുക എന്നുള്ളത്, സ്വൈദ് എന്നുള്ളത്. ആ പ്രവൃത്തി ആരുടെ മേലിലാണ് സംഭവിച്ചത്? കോഴിയുടെ മേലിലാണ്. അപ്പോൾ ആ ദജാജത്ത് മഫ്ഊൽ ബിഹിയാണ്. ഇങ്ങനെ ഒരു ഫായിലിൻ്റെ ഫിഅൽ ആരുടെ മേൽ സംഭവിക്കുന്നുവെങ്കിൽ അതിനാണ് മഫ്ഊൽ ബിഹി എന്ന് പറയാം. മഫ്ഊൽ ബിഹി ചിലപ്പോൾ ഒന്നിലധികമൊക്കെ സംഭവിക്കാറുണ്ട്. ഖദ് യതഅദ്ദദുൽ മഫ്ഊൽ ബിഹി, ചിലപ്പോൾ മഫ്ഊൽ ബിഹി ഒന്നിലധികം സംഭവിക്കും. എപ്പോഴാണ് സംഭവിക്കുക? വദാലിക ഇദാ കാനൽ ഫിഅലു മുതഅദ്ദിയൻ ഇലാ മഫ്ഊലൈനി ഔ സലാസത്തി മഫാഇല. നമ്മൾ മുമ്പൊക്കെ വിശദീകരിച്ചിരുന്നു. 2 മഫ്ഊലിലേക്ക് അല്ലെങ്കിൽ 3 മഫ്ഊലിലേക്കൊക്കെ വിട്ടുകിടക്കുന്ന ഫീലുകളാവുമ്പോഴാണ് അവിടെ 2ഉം 3ഉം ഒക്കെ മഫ്ഊൽ ബിഹികൾ ഉണ്ടാവുക. ഇങ്ങനെ 2 മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകളിൽ പെട്ടതാണ് വമിൻഹ മാ യതഅദ്ദ ഇലാ മഫ്ഊലൈനി അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ. മാ യതഅദ്ദ ഇലാ മഫ്ഊലൈനി, 2 മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകൾ എങ്ങനെയുള്ള 2 മഫ്ഊലാണെന്ന് അറിയോ? അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ. അത് മഫ്ഊലാകുന്നതിന് മുമ്പ് അതിൻ്റെ അസ്ല് മുബ്തദഉം ഖബറുമാണ്. അങ്ങനെയുള്ള 2 മഫ്ഊലുകളിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകളുണ്ട്. ഇത്തരം ഫീലുകൾക്കാണ് വഹിയ അഫ്ആലുൽ ഖുലൂബ് എന്ന് പറയാം. വന്ന, ഹസിബ, ഖാല ഇങ്ങനെ തുടങ്ങി ഒരുപാട് അഫ്ആലുൽ ഖുലൂബുകളുണ്ട്. ചുരുക്കി പറയാണ്. ഉദാഹരണത്തിന് ഹസിബത്തു സെയ്ദൻ ആലിമൻ, ഞാൻ സെയ്ദിനെ കുറിച്ച് വിചാരിച്ചു. ആലിമൻ ആലിമാണ് എന്ന് വിചാരിച്ചു. ലനൻതുൽ മാ ബാരിദൻ, വെള്ളത്തിനെ കുറിച്ച് ഞാൻ വിചാരിച്ചു. ബാരിദൻ അത് തണുത്തിരിക്കുന്നതാണ്, തണുപ്പുള്ളതാണ് എന്ന് ഞാൻ വിചാരിച്ചു. കോൾഡ് വാട്ടറാണെന്ന് വിചാരിച്ചു. ഇവിടെ നോക്കൂ, ലനൻതു എന്നതിൻ്റെ 1ാമത്തെ മഫ്ഊലാണ് അൽ മാ, 2ാമത്തെ മഫ്ഊലാണ് ബാരിദൻ. ഹസിബത്തു എന്നതിൻ്റെ 1ാമത്തെ മഫ്ഊലാണ് സെയ്ദൻ, 2ാമത്തെ മഫ്ഊലാണ് ആലിമൻ. ഇങ്ങനെ 2 മഫ്ഊലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഫീലുകൾ.
ഇവിടുത്തെ ഈ രണ്ട് മഫൂലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഹസിബ വന്ന ഈ ഫീലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് സെയ്ദുൻ ആലിമുൻ ഒരു മുബത്ത ഖബറായിരുന്നു, അൽ മാ ഉ ബാരിദുൻ മുബത്ത ഖബറായിരുന്നു. ഇങ്ങനെ അസുലിൽ മുബത്തതവും ഖബറുമായ ഇങ്ങനെയുള്ള രണ്ട് മഫൂലിലേക്ക് വിട്ടിടക്കുന്ന ഫീലുകൾ നമ്മൾ രണ്ട് മഫൂലുകളിലേക്ക് വിട്ടിടക്കുന്ന ഫീലുകളുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഒ മിൻഹ മായത്തഅദ്ദാ ഇലാ മഫ്ഊലൈനി ലൈസ അസ്ലുഹുമാ മുബ്തദഅൻ വ ഖബറൻ. അങ്ങനെയുണ്ട്. രണ്ട് മഫൂലിലേക്ക് വിട്ടുകിടക്കും, പക്ഷേ രണ്ട് മഫൂലിൻ്റെ അസ്ൽ എന്തല്ല, അത് മുബ്ത ഖബർ അല്ല. അങ്ങനെയുള്ള രണ്ട് മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകളുണ്ട്. ഉദാഹരണമാണ് അഴത്ത, സഅല തുടങ്ങിയ ഫീലുകൾ. അഴത്ത സെയ്ദുൻ റാഷിദൻ ദിർഹമൻ എന്നർത്ഥം സെയ്ദ് റാഷിദിന് ദിർഹം നൽകി. ഇവിടെ അഴത്തയുടെ ഫായിലാണ് സെയ്ദ്, ഒന്നാമത്തെ മഫൂലാണ് റാഷിദൻ എന്നുള്ളത്, രണ്ടാമത്തെ മഫൂലാണ് ദിർഹമൻ എന്നുള്ളത്. ഇവിടെ ഈ മുബത്ത ഖബർ, ഈ രണ്ട് മഫൂലുകളുടെ അസ്ൽ അത് മുബത്ത ഖബർ അല്ല. ഇപ്പോൾ റാഷിദുൻ ദിർഹമുൻ എന്നൊരു മുബത്ത ഖബർ ആയിരുന്നോ? അല്ല. മറ്റൊരു ഉദാഹരണം നോക്കൂ. സഅല സെയ്ദുൻ ഉമ്മഹു തുആമൻ. സഅല സെയ്ദുൻ സെയ്ദ് ആവശ്യപ്പെട്ടു, ഉമ്മഹു ഉമ്മയോട്, തുആമൻ ഭക്ഷണം ആവശ്യപ്പെട്ടു. ഇവിടെ സഅലയുടെ ഫായിലാണ് സെയ്ദ്, ഒന്നാമത്തെ മഫൂലാണ് ഉമ്മ എന്നുള്ളത്, രണ്ടാമത്തെ മഫൂലാണ് തുആമൻ എന്നുള്ളത്. ഇവിടെ ഉമ്മുഹു തുആമുൻ എന്നൊരു മുബത്ത ഖബറും ആയിരുന്നില്ല. ഇങ്ങനെ അസൽ മുബത്ത ഖബറും അല്ലാത്ത രണ്ട് മഫൂലിലേക്ക് വിട്ടെടുക്കുന്ന ഫീലുകളും ഈ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഇനി മായത്തഅദ്ദാ ഇലാ സലാസത്തി മഫായില, മൂന്ന് മഫൂലിലേക്ക് വിട്ടെടുക്കുന്ന ഫീലുകളുണ്ട്. അതിന് ഉദാഹരണമാണ് അറ, അലമ, അംബ, ഖബ്ബറ, ഹദ്ദസ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫീലുകൾ. ഇതിൻ്റെ അർത്ഥം അറിയിച്ചു കൊടുത്തു എന്നാണ്. ഇതൊക്കെ മുമ്പ് വിശദീകരിച്ച കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ പറയാത്തതാണ്. അലമ സെയ്ദുൻ റാഷിദൻ അത്തിജാറത്ത റാബിഹത്തൻ. അലമ സെയ്ദുൻ സെയ്ദ് അറിയിച്ചു കൊടുത്തു, റാഷിദൻ റാഷിദിന്, അത്തിജാറത്ത കച്ചവടത്തെക്കുറിച്ച്, റാബിഹത്തൻ അത് ലാഭമുള്ളതാണ് എന്ന് അറിയിച്ചു കൊടുത്തു. അതേപോലെ അംബ ഹാമിദുൻ ഹാമിദ് അറിയിച്ചു കൊടുത്തു, അൽ ഉസ്താദ ഉസ്താദിന്, ഉസ്താദ് ഒന്നാം മഫൂലാണ്, റാഷിദൻ റാഷിദിനെ കുറിച്ച് രണ്ടാം മഫൂലാണ്, നായിമൻ അവൻ ഉറങ്ങുന്നവനാണ് എന്ന് അറിയിച്ചു കൊടുത്തു. ആ നായിമൻ എന്നുള്ള മൂന്നാമത്തെ മഫൂലാണ്. ഇങ്ങനെ മൂന്ന് മഫൂലിലേക്ക് വിട്ടെടുക്കുന്ന ഫീലുകളും കൂട്ടത്തിലുണ്ട്. ഏതായിട്ട് അപ്പോഴൊക്കെ എന്ത് ചെയ്യും? മഫ്ഊൽ ബിഹി രണ്ടും മൂന്നും ഒക്കെ ആവുന്ന അർത്ഥം. ഇനി ഒമിന മഫ്ഊൽ ബിഹി അൽ മുനാദ, മഫ്ഊൽ ബിഹിൽപ്പെട്ട ഒന്ന് തന്നെയാണ് മുനാദയും. മുനാദ അറിയാലോ, നിദാഇൻ്റെ അക്ഷരത്തിന് ശേഷം വരുന്ന ഇസ്മാണ് മുനാദ. മുനാദക്ക് നമ്മൾ നസ്ബാണ് ഇറാബ് കൊടുക്കാറ്. ഇപ്പോൾ യാ അബ്ദുല്ലാ, ഓ അബ്ദുല്ലാ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അബുദ എന്നതിന് നസ്ബാണല്ലോ. എങ്ങനെ നസ്ബ് കിട്ടി? നമ്മൾ പറയും യാ എന്നതാണ് നസ്ബ് ചെയ്തതെന്ന് പറയും. ഓക്കെ, റെഡിനാണ് യാ എന്നാണ് നസ്ബ് ചെയ്തത്. അതേ സമയത്ത് ആ യാ എന്തുകൊണ്ട് നസ്ബ് ചെയ്തു? ഈ യാ എന്നുള്ളത് ഒരു അദുഉ എന്ന ഒരു ഫീലിൻ്റെ സ്ഥാനത്താണ്, അതിൻ്റെ മഫ്ഊലായിട്ടാണ് അബ്ദുല്ലാ എന്ന് വരുന്നത്. എന്നുള്ള ഫീല് കളയപ്പെട്ടതിന് പകരം യാ എന്നത് കൊടുത്തതാണ്. അദുഉ അബ്ദുല്ലാ, ഞാൻ അബ്ദുല്ലാനെ വിളിക്കുന്നു എന്നാണല്ലോ യാ അബ്ദുല്ലാ എന്നതിനർത്ഥം. അപ്പോൾ മഫ്ഊൽ ബിഹിൽ പെട്ടതാണ് മുനാദ എന്ന് ചുരുക്കം. എന്ന് കരുതി തെർക്കിബ് പറയുമ്പോൾ യാ അബ്ദുല്ല, യാ എന്നുള്ള നിദായിൻ്റെ അർഫ് അബ്ദുല്ല മഫ്ഊൽ ബിഹി എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അതിന് അസ്ല് അങ്ങനെ ആയിരുന്നു എന്ന് പറയാണ്. കാരണം യാ എന്നുള്ളത് അദുഉ എന്നതിൻ്റെ പകരമായിട്ട് വന്നതാണ്. തെർക്കിബൊക്കെ പറയുമ്പോൾ അബ്ദ എന്നുള്ളത് മുനാദിയാണ്, മൻസൂബാണെന്ന് പറഞ്ഞാൽ മതി. ഏതാവട്ടെ, അപ്പോൾ മുനാദയിൽ മഫ്ഊൽ ബിഹിൽ പെട്ടതാണ് ഈ മുനാദ എന്നുള്ളത്. ഇനി മുനാദക്ക് തന്നെ ചിലപ്പം ചില സന്ദർഭത്തിൽ നെസ്ബ് കൊടുക്കാറുള്ളൂ, ചില സന്ദർഭത്തിൽ നെസ്ബ് കൊടുക്കാറില്ല. എപ്പോഴൊക്കെ നെസ്ബ് കൊടുക്കുക? ഇപ്പോൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരാണ് അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ചെല്ലാറ്. യാ അള്ളാഹു, യാ അള്ളാഹ്, യാ റഹ്മാനു, യാ അള്ളാഹ്. അവിടെയൊക്കെ ലമ്മാണ് കാണാറ്. മുനാദക്ക് ശരിക്കും നെസ്ബല്ലേ വേണ്ടത്. അപ്പോൾ മുനാദക്ക് നെസ്ബ് കിട്ടുന്ന സന്ദർഭങ്ങൾ എപ്പോഴൊക്കെയാണ്? അതേപോലെ തന്നെ ലമ്മിൽ ലമ്മിൽ ഇങ്ങനെ മബ്ബിനായിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭം ഏതൊക്കെയാണ്? അതാ പറയുന്നത് വലാകിന്നഹു ഇന്നമാ യുൻസബുൽ മുനാദ, മുനാദക്ക് നസ്ബ് ചെയ്യപ്പെടൽ ഇദാ കാന മുളാഫൻ ഔ ഷിബ്ഹഹു,
മുലാഫോ ഷിബുഹു മുലാഫോ ആകുമ്പോഴാണ് മുനാദക്ക് നസ്ബ് ചെയ്യപ്പെടുക. ഔ കാന നക്കിറത്തൻ ഗൈറ മഖ്സൂദ, അല്ലെങ്കിൽ ഗൈറ മഖ്സൂദായ നക്കിറയാണെങ്കിൽ. ഉദാഹരണം പറയാം. യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ റസൂലേ. ഇവിടെ റസൂല എന്നുള്ളത് മുനാദിയാണ്, അത് മുലാഫാണ്. അള്ളാഹ് എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല്, റസൂൽ എന്നതിനെ അള്ളാഹ് എന്നതിലേക്ക് എന്ത് ചെയ്തു? ചേർത്തു, ഇലാഫത്ത് ചെയ്തു. അപ്പോൾ റസൂല എന്ന മുലാഫാണ്. ഇങ്ങനെ മുലാഫാകുമ്പോൾ മുനാദക്ക് നസ്ബ് കിട്ടും. അതുപോലെ തന്നെ യാ ഹസനൻ വജുഹുഹു, യാ ഖൈറം മിൻ സെയ്ദിൻ. ഇവിടെയൊക്കെ ഷിബുഹു മുലാഫാണ്. ഷിബുഹു മുലാഫ് എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഒരു പദം അതിൻ്റെ അർത്ഥം പൂർത്തിയാവണമെങ്കിൽ അത് മറ്റൊന്നിലേക്ക് ആവശ്യമായി വരുന്നു. ഇതിനാണ് ഷിബുഹു മുലാഫ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് യാ ഹസനൻ, ഓ ഭംഗിയായവനെ എന്ന് പറയുമ്പോൾ എന്ത് ഭംഗിയായവൻ? മുഖം ഭംഗിയായവൻ. അത് ആ വജുഹു എന്ന ആ ഫായിൽ പറയുന്നതിലേക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഹസന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. ആ ഹസൻ എന്നത് അതിനർത്ഥമൊന്നും പൂർത്തിയാവണമെങ്കിൽ ആ വജുഹു ശേഷമുള്ളതും കൂടി പറയണം. അപ്പോൾ ഈ രൂപത്തിൽ അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാണ് ഷിബുഹു മുലാഫ് എന്ന് പറയാം. ഏതവിടെ ഹസനൻ എന്നുള്ളത് ഇവിടെ ഷിബുഹു മുലാഫാണ്. അതിന് ഷിബുഹു മുലാഫ് ആയതുകൊണ്ട് തന്നെ നസ്ബ് ലഭിച്ചിട്ടുണ്ട് മുനാദിയായപ്പോൾ. അതുപോലെ യാ ഖൈറൻ മിൻ സെയ്ദിൻ, യാ ഖൈറൻ, ഓ ഖൈറായവനെ. ആരേക്കാൾ? മിൻ സെയ്ദിൻ, സെയ്ദിനേക്കാൾ. ഇവിടെ വെറും യാ ഖൈറൻ എന്ന് പറഞ്ഞ അർത്ഥം പൂർത്തിയാവില്ല. ആരേക്കാൾ ഖൈറായവൻ എന്ന് ശേഷം പറയുന്നതിലേക്ക് ആവശ്യമായി വരും. അപ്പോൾ ഖൈറൻ എന്നുള്ളത് മറ്റൊന്നിലേക്ക് ശേഷമുള്ളതിലേക്ക് ആവശ്യമായി വരുന്ന ഷിബുഹു മുലാഫാണെന്ന് അർത്ഥം. ഷിബുഹു മുലാഫായി വന്നപ്പോൾ നസ്ബ് കിട്ടി. അപ്പോൾ മുനാദക്ക് നസ്ബ് കിട്ടുന്ന ഒരു സന്ദർഭം യാ റസൂലുള്ളാഹ് പോലെ മുലാഫാവണം, അല്ലെങ്കിൽ യാ ഹസനൻ വജുഹുഹു, യാ ഖൈറൻ മിൻ സെയ്ദിൻ പോലെ ഷിബുഹു മുലാഫായിട്ട് വരണം. മൂന്നാമത്തെ സന്ദർഭം എന്താ പറഞ്ഞത്? ഔ കാന നക്കിറത്തൻ ഗൈറ മഖ്സൂദ, മഖ്സൂദല്ലാത്ത നക്കിറയാവണമെന്ന്. അപ്പം നക്കിറയ ഇസ്മാവണം, അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരാൾ ഉദ്ദേശിക്കാൻ പാടില്ല ആ രൂപത്തിൽ. ഉദാഹരണമാണ് യാ റജുലൻ ഖുദ് ബിയദി, ഓ മനുഷ്യ എൻ്റെ കൈ പിടിക്കൂ. ഇവിടൊക്കെ ചില സന്ദർഭത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരാൾ ഉദ്ദേശിക്കാതെ വിളിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യൻ, ചുറ്റും കൂടി നിൽക്കുന്ന ഒരുപാട് ആളുകൾ അവനെ കാണുന്നവരുണ്ട്. അവൻ വിളിച്ചു പറയും യാ റജുലൻ ഖുദ് ബിയദി എന്നൊക്കെ പറയും. അത് ഏതെങ്കിലും ഒരാൾ ഉദ്ദേശിച്ചുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ കൈപിടിക്കണേ എന്ന അർത്ഥത്തിനാണത്. ഇങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കാതെ ഗൈറ മഖ്സൂദായ ഇത്തരം നക്കിറകൾ അതിനും നസ്ബ് ലഭിക്കാറുണ്ട്. അതേസമയത്ത് മുന്നിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ യാ റജുലു എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, യാ റജുലൻ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അത് ഗൈറ മഖ്സൂദല്ല, അവിടെ നക്കിറ മഖ്സൂദാണ്. ഇനി അടുത്ത സ്ക്രീനിൽ പോയല്ലോ. ഓക്കെ. ഇനി അമ്മൽ മുനാദൽ മുഫ്രദു ഫയുബ്ന അലാമ യുർഫഉ ബിഹി. ഇനി മുനാദക്ക് തന്നെ നസ്ബ് കിട്ടാത്ത സന്ദർഭം പറയാണ്. നസ്ബ് ഉണ്ടാവും, മഹലിലുണ്ടാവും, ലാഹിറിൽ നസ്ബില്ലാത്ത സന്ദർഭം. ഒന്ന് അൽ മുനാദൽ മുഫ്രദു, മുഫ്രദായ മുനാദ. അതായത് മുഫ്രദ് കൊണ്ട് ഇവിടെ ഉദ്ദേശം മുദാഫ് അല്ലാത്തതെന്നാണ് ഉദ്ദേശം കേട്ടോ. മുഫ്രദ് പല സന്ദർഭങ്ങളിൽ പല അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ജംഅ്, അതുപോലെ തന്നെ മുസന്ന, ഇതൊന്നും അല്ലാത്തതിന് മുഫ്രദ് പറയും. ഇവിടെ അർത്ഥത്തിനല്ല, ഇവിടെ മുദാഫ് അല്ലാത്തത് എന്ന അർത്ഥത്തിലാണ് ഇവിടുത്തെ മുഫ്രദ്. അപ്പോൾ ഇങ്ങനെ മുനാദ മുഫ്രദാകുമ്പോൾ അതിനെ ലമ്മിൻ്റെ മേൽ അഭിനയിക്കാറുണ്ട്. ലമ്മിൻ്റെ മേൽ എന്നല്ല, ഏതൊരു ഹർഫ് കൊണ്ടാണോ അല്ലെങ്കിൽ ഹർക്കത്ത് കൊണ്ടാണോ അതിന് റഫ് ഉണ്ടാവുക എങ്കിൽ അതുകൊണ്ട് അതിനെ മബിനിയാക്കപ്പെടും. ഇപ്പോൾ യാ സെയ്ദു, സെയ്ദിന് സാധാരണ റഫ് ലമ്മത്ത് കൊണ്ടാണ്, അതുകൊണ്ട് യാ സെയ്ദു ലമ്മിൻ്റെ മേൽ മബിനി. എന്നപോലെ യാ റജുലു എന്നുള്ളത് നക്കിറ മഖ്സൂദാണ്. ഇങ്ങനെ നക്കിറ മഖ്സൂദ് ആകുമ്പോഴും ലമ്മിൻ്റെ മേൽ മബിനിയായിട്ടാണ് ഉപയോഗിക്കുക. മഫ്ഊൽ ബിഹിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് മുനാദിയെക്കുറിച്ചും വിശദീകരിച്ചു എന്നർത്ഥം. ഇതാണ് മഫ്ഊൽ ബിഹിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ മഫ്ഊൽ ബിഹിയുമായി ബന്ധപ്പെട്ട്? മുനാദയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടോ?
ഓക്കെ, ക്ലാസ് കേൾക്കുന്നില്ലേ? പ്രതികരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ. ഇനി അൽ മഫ്ഊൽ ഫീഹിനെ കുറിച്ച് പറയാം. അപ്പോൾ യുസമ്മ ലറുഫൻ, മഫ്ഊൽ ഫീഹിനെ കുറിച്ച് ലറുഫ് എന്ന് പറയാറുണ്ട്. സ്ഥലത്തിൻ്റെ മേലിലോ അല്ലെങ്കിൽ സമയത്തിൻ്റെ മേലിലോ സമയത്തിൻ്റെ മേലോ സ്ഥലത്തിൻ്റെ മേലോ സൂചിപ്പിക്കുന്ന ഇത്തരം ഇസ്മുകൾക്കാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയാം. അപ്പോൾ ലറുഫ് എന്നതിന് പേരുണ്ട്. വഹുവ നൗആനി, ലറുഫു സമാനിൻ ലറുഫു മക്കാനിൻ. ലറുഫു സമാൻ, ലറുഫു മക്കാൻ, ഇങ്ങനെ 2 ഇനങ്ങളുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലറുഫു സമാൻ എന്ന് പറഞ്ഞാൽ സമയത്ത് സൂചിപ്പിക്കുന്നതാണ്. ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു സമൻ അല്ലദി ഹസല ഫീഹിൽ ഫിഅലു. ഇസ്മുൻ മൻസൂബുൻ, അത് മൻസൂബായ ഇസ്മാണ്. യുബയ്യിനു, അത് വിശദീകരിക്കും. അസ്സമൻ അല്ലദി ഹസല ഫീഹിൽ ഫിഅലു, ഫീല് ഏത് സമയത്താണോ സംഭവിച്ചതെങ്കിൽ ആ സമയത്തെ വിശദീകരിക്കുന്ന മൻസൂബായ ഇസ്മ. ഇതിനാണ് ലർഫു സമാൻ എന്ന് പറയാം. ഉദാഹരണത്തിന് നഹ്വു ഖൗലിക സുംതു ഷഹ്റ, ഞാൻ ഇന്ന മാസം നോമ്പ് നോറ്റു. ഇവിടെ സുംതു എന്നതിൻ്റെ സമയം, എപ്പോഴാണ് നോമ്പ് നോറ്റത്, ഇന്ന മാസത്തിൽ എന്ന് ആ സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു ഇസ്മാണ് ഷഹ്റ എന്നുള്ളത്. അതുപോലെ സിർത്തു യൗമൻ, സിർത്തു ഞാൻ സഞ്ചരിച്ചു, യൗമൻ ഒരു ദിവസം ഞാൻ യാത്ര ചെയ്തു. ഇവിടെ ഈ സാറ യസീറു സീറൻ ഈ ഫീലിൻ്റെ സമയത്ത് സൂചിപ്പിക്കാനാണ് യൗമൻ എന്നുള്ളത്. മഖസ്തു ബിൽ ഇസ്കന്ദരിയത്തി ഷഹ്റൻ, അലക്സാണ്ട്രിയയിൽ ഞാൻ താമസിച്ചു. ഷഹ്റൻ ഒരു മാസം താമസിച്ചു. ഇവിടെ ഷഹ്റൻ എന്നുള്ളത് മക്കസ എന്ന ഫീല് സംഭവിച്ച ആ സമയത്ത് സൂചിപ്പിക്കാനാണ്. ഷരിബൽ മരിയതു അദ്ദവാ സബാഹൻ, രോഗി കുടിച്ചു, അദ്ദവാ മരുന്ന് കുടിച്ചു, സബാഹൻ രാവിലെ. ഈ സബാഹൻ എന്നുള്ളത് സമയത്ത് സൂചിപ്പിക്കാനാണ്. അതിനിടയിൽ ഇവിടെ ദവാ എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്. സബാഹൻ എന്നുള്ളത് മഫ്ഊൽ ഫീഹിയാണ്. ഇനി അടുത്തത് ലർഫുൽ മക്കാൻ. ലർഫുൽ മക്കാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്തും പറയാം. നിങ്ങൾക്ക് എന്താ പറയേണ്ടത്? അല്ല അങ്ങനല്ലേ, നെഹ്ബാന്ന് പറയണ അങ്ങനെ ഒരു ശീലിച്ചോണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് അതിന്റെ ഹുക്കും നെഹ്ബു എന്നുള്ളത് കളയപ്പെട്ട മുതന്നെ ഖബറാക്കിയാൽ മതി കേട്ടോ. ഹാദാ നെഹ്ബു ഖൗലിക എന്ന് കളയപ്പെട്ട മുതന്നെ ഖബറാക്കിയാൽ മതി. ഇനി ലർഫുൽ മക്കാൻ. ലർഫുൽ മക്കാൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ലർഫാണ് ലർഫ് മക്കാൻ. ഇസ്മുൻ മൻസൂബുൻ, മൻസൂബായ ഇസ്മാണ്. യുബയ്യിനു, അത് വിശദീകരിക്കും. അൽ മക്കാന, സ്ഥലത്തെ. അല്ലദി ഹസല ഫീൽ ഫീലു, ഫീല് ഏത് സ്ഥലത്താണ് സംഭവിച്ചതെങ്കിൽ ആ സ്ഥലത്ത് സൂചിപ്പിക്കുന്ന, സ്ഥലത്ത് വിശദീകരിക്കുന്ന ഇസ്മ. ഉദാഹരണം ജലസ്തു, ഞാൻ ഇരുന്നു. ഇൻദക്ക, നിൻ്റെ അടുക്കൽ ഇരുന്നു. ഇവിടെ ഇന്ദ എന്നുള്ളത് ആ ഇരുന്ന സ്ഥലം സൂചിപ്പിക്കാനാണ് അല്ലേ. ഇങ്ങനെ സ്ഥലത്ത് സൂചിപ്പിക്കുന്ന ലർഫാണ്, സ്ഥലത്ത് സൂചിപ്പിക്കുന്ന ലർഫിനാണ് ലർഫ് മക്കാൻ എന്ന് പറയാം. മഷീത്തു ഖുദ്ദാമക്, ഞാൻ നടന്നു, നിൻ്റെ മുന്നിലൂടെ ഞാൻ നടന്നു. ഖുദ്ദാം, അത് ഖുദ്ദാം ലർഫ് മക്കാനാണ്. വഖഫ്തു അമാമൽ മിർആത്ത്, കണ്ണാടിയുടെ മുന്നിൽ ഞാൻ നിന്നു. അവിടെ അമാമ ലർഫ് മക്കാനാണ്. ജറ അലിയുൻ മൈലൻ, അലി ഒരു മൈൽ ദൂരം നടന്നു. അവിടെ മൈൽ എന്നുള്ളത് ആ നടന്നു എന്ന പ്രവൃത്തി നടന്ന സ്ഥലത്ത് സൂചിപ്പിക്കാനാണ്. ഇനി അപ്പം മഫ്ഊൽ ഫീനെ കുറിച്ചൊക്കെ മനസ്സിലായല്ലോ അല്ലേ. അടുത്ത മഫ്ഊൽ പറയാം. മഫ്ഊൽ ലഹു. മറ്റ് സംശയങ്ങളൊന്നും ഇല്ലല്ലോ. മഫ്ഊൽ ഫീ. ഇനി മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ മായത്തുള്ളമുനു മാനൽ ലാമി, ലാമിൻ്റെ അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന മഫ്ഊലാണ് മഫ്ഊൽ ലഹു. ലാമ് എന്ന് പറഞ്ഞാൽ തഅലീലിൻ്റെ ലാമ്,
ലാമു തഅലീലി എന്നറിയും. അതായത് കാരണം വിശദീകരിക്കുന്ന ലാമ്. അപ്പോൾ ഈ ലാമിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന മഫൂലാണ് മഫൂൽ ലഹു. മറ്റൊരു നിർവചനം പറഞ്ഞാൽ അൽ മസ്ദറുൽ മുഅല്ലിലു ലി ഹദസിൻ ഷാറക്കഹു വഖ്തൻ വ ഫാഇലൻ. മറ്റൊരു തഅരീഫാണ് ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു സബബൽ ഫിഅലി വ ഇല്ലത്ത ഹുസൂലി. അത് കുറച്ച് എളുപ്പമുള്ള ഒരു നിർവചനമാണ്. ഇസ്മുൻ മൻസൂബുൻ, മൻസൂബായ ഇസ്മാണ്. യുബയ്യിനു അത് വിശദീകരിക്കും. സബബുൽ ഫീല്, ഒരു ഫീലിൻ്റെ കാരണത്തെ. വ ഇല്ലത്ത ഹുസൂലി, ആ ഫീല് സംഭവിക്കാനുള്ള ഇല്ലത്ത്, കാരണം ഒക്കെ തന്നെ, ആ കാരണത്തെ വിശദീകരിക്കുന്ന മൻസൂബായ ഇസ്മ. അതൊന്നുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു നിർവചനമാണ്. വേറെ നിർവചനമാണ് അൽ മസ്ദറുൽ മുഅല്ലിലു ലി ഹദസിൻ ഷാറക്കഹു വഖ്തൻ വ ഫാഇലൻ. ഒന്നുകൂടി പറയാതിരിക്കണ്ട. അൽ മസ്ദറു, ഒരു മസ്ദറാണ് മഫൂൽ ലഹു. ഏത് മസ്ദറാണ്? അൽ മുഅല്ലിലു, കാരണം വിശദീകരിക്കുന്ന മസ്ദർ. എന്തിൻ്റെ കാരണം? ലി ഹദസിൻ, ഒരു പ്രവൃത്തിയുടെ കാരണം. എങ്ങനെയുള്ള പ്രവൃത്തിയാണ്? ഷാറക്ക ഹു, ആ മസ്ദർ ആ ഫീലിനോട് കൂറായിട്ടുണ്ട്. വഖ്തൻ വ ഫാഇലൻ, വഖ്തിലും ഫാഇലിലും. എന്ന് വെച്ചാൽ ഈ മസ്ദറിൻ്റെയും ആ പ്രവൃത്തിയുടെയും വഖ്ത് ഒന്നാണ്, രണ്ടിൻ്റെയും ഫായിലും ഒന്നാണ്. ഇങ്ങനെ ആകുമ്പോഴാണ് അതിന് മഫൂൽ ലഹു എന്ന് പറയാം. അപ്പോൾ പ്രവൃത്തി നടന്നത് മറ്റൊരു സമയത്താണ്, മസ്ദർ മറ്റൊരു സമയത്ത് സൂചിപ്പിക്കാനുമാണെങ്കിൽ അത് മഫൂൽ ലഹു ആയിട്ട് ഇങ്ങനെ നസ്ബ് ലഭിക്കൂല, മഫൂൽ ലഹു ആവില്ല. അത് വിശദീകരിക്കാം കേട്ടോ, ഉദാഹരണത്തോടുകൂടി വിശദീകരിക്കാം, അപ്പോൾ തിരിയുള്ളൂ. നഹ്വ ഖൗലിക സുർത്തുക ത്വആമൻ സുർത്തുക ത്വമഅൻ ഫി കറമിക. ഉദാഹരണം കേട്ടോ. സുർത്തുക, ഞാൻ നിന്നെ സന്ദർശിച്ചു. ത്വമഅൻ, ആഗ്രഹിച്ചതിന് വേണ്ടി. ഫി കറമിക, നിൻ്റെ ഔദാര്യത്തിൽ കൊതിച്ചതിന് വേണ്ടി ഞാൻ നിന്നെ സന്ദർശിച്ചു. ഇവിടെ സുർത്തു, ഞാൻ സന്ദർശിച്ചു. നിന്നെ എന്തിനു വേണ്ടി? ത്വമഅൻ, കൊതിച്ചതിന് വേണ്ടി. അപ്പോൾ ഈ സിയാറത്തിൻ്റെ ആ പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കാനാണ് ഇവിടെ മസ്ദർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ത്വമഅൻ എന്നുള്ളത് മഫൂൽ ലഹുവാണ്. യുസാഫിറു ത്വലബത്തു ഇല ഔറൂബ ത്വലബൻ ലിൽ ഇൽമി. യുസാഫിറു ത്വലബത്തു, വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നു. ഇല ഔറൂബ, യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നു. ത്വലബൻ ലിൽ ഇൽമി, ഇൽമിനെ ഇൽമ് തേടിയതിന് വേണ്ടി, ഇൽമ് തേടാൻ വേണ്ടി, അറിവ് പഠിക്കാൻ വേണ്ടി. ഇവിടെ ത്വലബൻ എന്നുള്ളത് യുസാഫിറു എന്ന ആ ഫീലിൻ്റെ ഇല്ലത്തിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് മഫൂൽ ലഹുവാണ്. ഖും, നീ നിൽക്ക്. ഇഹ്തിറാമൻ, ബഹുമാനിച്ചതിന് വേണ്ടി. ലി ഉസ്താദിക്ക, നിൻ്റെ ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി നീ നിൽക്കുകയും. ഇവിടെ ഇഹ്തിറാമൻ എന്നുള്ളത് ഈ ഖും എന്ന പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ കാരണം വിശദീകരിക്കാൻ വേണ്ടി വരുന്ന ഇത്തരം മസ്ദറുകൾക്കാണ് മഫൂൽ ലഹു എന്ന് പറയാം. ഇവിടെ ത്വമഅൻ, ത്വലബൻ, ഇഹ്തിറാമൻ ഒക്കെ മസ്ദറാണ്. അത് കാരണം വിശദീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കാനാണ്. അതിൻ്റെ ആ പ്രവൃത്തിയുടെയും ഈ മസ്ദറിൻ്റെയും ഫായിലും വഖ്തും ഒന്നായിരിക്കണം. അതൊന്നുകൂടി വിശദീകരിക്കാം. ആ അതെ അതെ, മഫൂൽ അജ്ലിഹി എന്ന് പേരുണ്ട്. അത് തൊട്ടടുത്ത പോയിൻ്റെ, നിങ്ങളെ ചോദ്യം കണ്ടറിഞ്ഞിട്ടേ അടിയത്തെ പോയിൻ്റ് കാണില്ല. വയുസമ്മ അൽ മഫൂൽ അജ്ലിഹി, അൽ മഫൂൽ മിൻ അജ്ലിഹി എന്നൊക്കെ പേരുണ്ട്. ചോദ്യം കണ്ടറിഞ്ഞു കൊടുത്താണ്. പിന്നെ ഇവിടെ നോക്ക്, യുസാഫിറു സുർത്തുക്ക ത്വമഅൻ എന്ന് പറയുമ്പോൾ ഞാൻ സന്ദർശിച്ചു. സുർത്തു, സിയാറത്ത് ചെയ്തത് ഞാനാണ്. ത്വമഅൻ, കൊതിച്ചതിന് വേണ്ടി. ആ കൊതിച്ചത് ആരാണ്? അതും ഞാനാണ്. അപ്പോൾ ഈ ഫീലിൻ്റെയും മസ്ദറിൻ്റെയും ഫായിലും ഒന്നാണ് അല്ലേ. അതുപോലെ തന്നെ വഖ്ത് ഒന്നാവണം. സുർത്തുക്ക, ഞാൻ നിന്നെ സന്ദർശിച്ചു. സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാലത്തെ ഒരു പ്രവൃത്തിയാണ്, മാലിയാണ്. ത്വമഅൻ, ആഗ്രഹിച്ചതിന് വേണ്ടി. ആഗ്രഹിച്ചത് എപ്പോഴാണ്? അതും കഴിഞ്ഞ കാലത്താണ്. ഇങ്ങനെ ഫായിലും വഖ്തും ഒന്നാവണം. മറ്റൊന്ന് നോക്കൂ, യുസാഫിറു ത്വലബത്ത്, വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നു. ത്വലബൻ, ഇൽമ് തേടുന്നതിന് വേണ്ടി. അവിടെ ഇപ്പോൾ ഇൽമ് തേടുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ യാത്ര ചെയ്യുന്ന അതേ സമയത്താണ് ഓരെന്ത് ചെയ്യണത്? ഇൽമ് തേടുന്നതും. അപ്പോൾ രണ്ടും മുദാരിയാണ്, രണ്ടും മുസ്തഖ്ബിലാണ്, മുദാരിയാണ് അർത്ഥം.
അത് ഫായിലുണ്ട് ഒന്നാണ്, യാത്ര ചെയ്യുന്നു എന്നുള്ളത് തൊലബത്താണ്. പിന്നെ തൊലബൻ ലിൽമി അറിവ് പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതും വിദ്യാർത്ഥികളാണല്ലോ. ഇങ്ങനെ രണ്ടിൻ്റെയും ഫായിലൊന്നാണ്. കും നീ നിൽക്ക്, ഈത്രാമൻ നീ ബഹുമാനിച്ചതിന് വേണ്ടിയതാണല്ലോ, വേറെ ആരും ബഹുമാനിച്ചതിന് വേണ്ടിയല്ല. അപ്പോൾ കും എന്നുള്ളതിൻ്റെയും ഈത്രാമൻ എന്ന മസ്തറിൻ്റെയും ഫായിലൊന്നാണ്. സമയവും ഒന്നാണ്. കും എന്ന് പറഞ്ഞാൽ നീ നിൽക്കുന്നതാണ്. നിൽക്കുന്ന പറയുമ്പോൾ തന്നെ അമ്ര ഒരു മുസ്തഖ്ബിൽ വരെ അറിയിക്കുന്നതാണ്. വരാൻ പോണ കാലത്ത് നീ നിൽക്കണം എന്നാണല്ലോ. എന്തിനാണ് ഇഹ്തിറാമൻ? ആ വരാൻ പോണ കാലത്ത് ഇഹ്തിറാം ചെയ്തിട്ട്. അപ്പോൾ രണ്ടിൻ്റെയും കാലവും ഫായിലൊക്കെ ഒന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ വരണം. അതാണ് നേരത്തെ പറഞ്ഞ ഷാറക്കഹു വഖത്തൻ ഫായിലൻ എന്ന് പറഞ്ഞത്. എങ്ങനെയുള്ള മസ്തറാണ് അല്ലെങ്കിൽ എങ്ങനത്തെ പ്രവൃത്തിയാണ് ഷാറക്കഹു? ആ മസ്തർ ഫെയിലിനോട് യോജിച്ചിട്ടുണ്ട്. വഖത്തൻ വ ഫായിലൻ, വഖത്തിലും ഫായിലും യോജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു നിബന്ധന ഒക്കാതെ വന്നാൽ അതിന് മഫൂലും ലഹു എന്നാവില്ല, മറിച്ച് ലാം കൊടുത്ത് ജറു ചെയ്യുന്നേ വേണം. അല്ലാതെ മഫൂൽ ലഹു എന്ന നിലക്ക് നസ്ബ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറയാം. ഏതൊരു അടുത്ത പോയിന്റ് നോക്കുമ്പോൾ യുസമ്മ അൽ മഫൂലു ലി അജ്ലിഹി അൽ മഫൂലു മിൻ അജ്ലിഹി എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ മഫൂൽ ലഹു മഫൂലു ലി അജ്ലിയൊക്കെ ഒന്നാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കുക, ഇല്ലം യുവാഫിഖ് ആമിലഹു ഫിൽ വക്തി അവിൽ ഫായിലി യജിബു ജറുഹു ബി ഹർഫി തഅലീൽ. അപ്പോൾ നമ്മൾ വിശദീകരിച്ചത് പോയിന്റാണ് ഇപ്പോൾ. ഇല്ലം യുവാഫിഖ്, ഈ മസ്തർ യോജിച്ചിട്ടില്ല എങ്കിൽ ആമിലഹു, അതിൻ്റെ ആമിലായിട്ട് വന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ഇതിന് നസ്ബ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഇപ്പോൾ കും ഇഹ്തിറാമൻ എന്ന് പറയുമ്പോൾ ഇഹ്തിറാമൻ എന്നതിന് നസ്ബ് ചെയ്തത് ആരാണ്? കും എന്ന ഫീലാണ്. തൊലബൻ ലിൽ ഇൽമി എന്ന തൊലബൻ എന്നതിന് നസ്ബ് ചെയ്തത് യുസാഫിറു എന്ന ഫീലാണ്. ഇങ്ങനെ ആ ആമിനോട് യോജിച്ചിട്ടില്ല എങ്കിൽ ഫിൽ വഖത്തി അവിൽ ഫായിലി, വഖത്തിലോ ഫായിലിലോ യോജിച്ചിട്ടില്ല എങ്കിൽ മഫൂൽ ലഹു എന്ന നിലയ്ക്ക് നസ്ബ് ചെയ്യാൻ പറ്റില്ല. പിന്നെയോ യജിബു ജറുഹു, അതിന് ജറ് ചെയ്യൽ നിർബന്ധമാണ്. ബിഹർഫി തഅലീലി, തഅലീലിൻ്റെ ഹർഫ് കൊടുത്തുകൊണ്ട്, അതായത് ലാമ് കൊടുത്തു ജറ് ചെയ്യുന്നേ വേണം. ഉദാഹരണം നോക്കൂ, ദഖൽതു ദാറ ലിനൗമി, ദഖൽതു ദാറ ഞാൻ വീട്ടിലേക്ക് പ്രവേശിച്ചു, ലിനൗമിൻ ഉറങ്ങാൻ വേണ്ടി പ്രവേശിച്ചു. ഇവിടെ എന്തിനു വേണ്ടി? നൗമിന് വേണ്ടി പ്രവേശിച്ചത് അല്ലേ? പ്രവേശിച്ചു എന്നുള്ളതാണ് ഫെയില്. ദഖൽത്തു എന്നുള്ള കഴിഞ്ഞ കാലത്താണ്. ലിനൗമി ഉറങ്ങാൻ വേണ്ടി, ഉറങ്ങാൻ പോകണുള്ളൂ. പ്രവേശിക്കുന്ന സമയത്തല്ല ഉറക്കം, അത് വേറെ സമയത്താണ്. പ്രവേശിച്ചതിന് ശേഷം പിന്നീടാണ് ഉറക്കം. അപ്പോൾ രണ്ടിൻ്റെയും സമയം വ്യത്യാസമുണ്ട്. ഇങ്ങനെ സമയം വ്യത്യാസം ഉണ്ടാകുമ്പോൾ, ഒന്ന് മാലി ഒന്ന് മുസ്തഖബിലൊക്കെ ആകുമ്പോൾ അവിടെ ദഖൽത്തു ദാറ നൗമൻ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അവിടെ ലി നൗമിൻ എന്ന് ജെറിൻ്റെ ആ ലാമ് കൊടുത്തുകൊണ്ട് ജെറ് ചെയ്യുന്നേ വേണം. അല്ലാതെ മഫൂൽ ലഹു ആണ് എന്ന നിലക്ക് അത് നസ്ബ് ചെയ്യാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെയാണ് ഫായിലൊക്കാതെ വന്നാലും. ഇപ്പോൾ ലറബുത്തു സെയ്ദൻ, ഞാൻ സെയ്ദിനെ അടിച്ചു. ലി ബുക്കായി ബിനിഹി, അവനെ മകൻ കരയാൻ വേണ്ടി ഞാൻ സെയ്ദിനെ അടിച്ചു. അപ്പോൾ അടിച്ചത് ആരാണ്? ഞാനാണ് അല്ലേ. എന്തിനടിച്ചത്? കരയാൻ വേണ്ടി. അപ്പം ഒരു ഇല്ലത്തിനെ സൂചിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഈ കരയുക അതിൻ്റെ ഫായിൽ ആരാണ്? മകനാണ്, സെയ്ദിൻ്റെ മകനാണ്. അടിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫായിൽ ആരാണ്? ഞാനാണ്. അപ്പോൾ ഈ ബുക്കായിൻ്റെയും ലറബിൻ്റെയൊക്കെ ഫായിലുകൾ അങ്ങോട്ട് വേറെ വേറെ ഫായിലുകളാണ്. അങ്ങനെ വരുമ്പോഴും ലറബത്ത് സെയ്ദൻ ബുക്കാ എന്നതൊക്കെ പറഞ്ഞിട്ട് എന്താവില്ല, നസ്ബ് ചെയ്യൂല. മഫൂൽ ലഹു എന്ന നിലയ്ക്ക് നസ്ബ് ചെയ്യൂല, മറിച്ച് ലാമ്പ് കൊടുത്തുകൊണ്ട് ജറ് ചെയ്യുന്നേ വേണം. മഫൂലുൻ ലഹു ആവണമെങ്കിൽ ഉള്ള നിബന്ധന, മഫൂൽ ലഹു മസ്തറാണ് മഫൂൽ ലഹു ആയിട്ട് വരാം, കാരണം വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരാം. അത് മഫൂൽ ലഹു ആണ് നിബന്ധന. അതിൻ്റെ ആമിലായിട്ട് വരുന്ന ഫീലിൻ്റെ ആ ഫീലിനോട് വഖത്തിലും ഫായിലും ഒക്കെ യോജിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ മഫൂൽ ലഹു ആവില്ല, മറിച്ച് ലാം കൊടുത്തുകൊണ്ട് ജറ് ചെയ്യുന്നേ വേണം. ഇനി അടുത്താണ് മഫൂൽ മഅഹു. മഫൂൽ മഅഹു മാ യതളമ്മനു മഅന മഅ, ഒരു മഅ എന്ന ആ കൂടെ എന്നർത്ഥം വരുന്ന ആ മഅയുടെ അർത്ഥത്തിനെ ഉൾക്കൊള്ളുന്ന ഒരു മഫൂൽ, ഇതിനാണ് മഫൂൽ മഅഹു എന്ന് പറയാം. മറ്റൊരു നിർവചനം പറഞ്ഞാൽ ഇസ്മുൻ മൻസൂബുൻ യുദ്കറു ബഅദ വാവിൻ ബി മഅന മഅ, മഅ എന്ന അർത്ഥത്തിനുള്ള വാവിൻ്റെ ശേഷം പറയപ്പെടുന്ന മൻസൂബായ ഇസ്മ്.
എന്തിനാണ് ഇസ്മ പറയപ്പെടുന്നത്? ലിദലാലത്തി അറിയിക്കാൻ വേണ്ടി, അലാ മ ഒരു കാര്യത്തെ അറിയിക്കാൻ വേണ്ടി, തമ്മൽ ഫിഅലു ഇവിടെ ഫിഅൽ പൂർത്തിയായിരിക്കുന്നു ബി മുസാഹബത്തി ആ ഒന്നിനോട് കൂടെ. അപ്പോൾ ഫിഅൽ എന്തൊന്നിനോട് കൂടെയാണോ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടി, അതിനെ വിശദീകരിക്കാൻ വേണ്ടി വരുന്ന ഒരു മൻസൂബായ ഇസ്മ. അത് ഒരു വാവിൻ്റെ ശേഷമായിരിക്കും, മഴയത്തിൻ്റെ വാവിൻ്റെ ശേഷമായിരിക്കും സംഭവിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് കുംതു വസൈദൻ, കുംതു വസൈദൻ ഇവിടെ ഞാൻ നിന്നു, വസൈദൻ സെയ്ദിൻ്റെ കൂടെ ഞാൻ നിന്നു. ഇവിടെ ഈ വാവിനാണ് മഴയത്തിൻ്റെ വാവ് എന്ന് പറയാം. ഇവിടെ വാവ് അത്തഫിൻ്റെ വാവാക്കാൻ പറ്റുന്നില്ല. കാരണം അത്തഫിൻ്റെ വാവാക്കുകയാണെങ്കിൽ എങ്ങനെ പറയണം? കുംതു അന വസൈദുൻ എന്നൊക്കെ പറയണം. കാരണം മുത്തസിലായ ലമീറിലേക്ക് ളായിറ ഇസ്മിനെ അത്തഫ് ചെയ്യുമ്പോൾ അതിനെ മുൻഫസിലാക്കുന്ന നിർബന്ധമാണ്. അപ്പോൾ കുംതു അന വസൈദുൻ എന്നൊക്കെ പറയണം. അതുകൊണ്ട് ഇവിടെ അത്തഫിൻ്റെ വാവല്ല ആ വാവ്, കാരണം അത്തഫിൻ്റെ നിബന്ധന ഒത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ആ വാവുള്ളത്? അത് മുസാഹബത്തിനാണ്. സെയ്ദിൻ്റെ കൂടെ ഞാൻ നിന്നു, ഞാനും സെയ്ദും ഒരുമിച്ച് ഒരേ സമയത്താണ് നിന്നത് എന്ന് കാണിക്കാനാണത്. എന്നപോലെ ഇസ്തവൽ മാഉ വൽ ഹഷബത്ത, ഇസ്തവൽ മാഉ വെള്ളം ചൊവ്വായി സമമായി, വൽ ഹഷബത്ത മരത്തടിയോട് കൂടെ. മരത്തടി വെള്ളത്തിട്ടാൽ മരത്തടി ഇങ്ങനെ പൊന്തി വെള്ളത്തിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുക. ഇങ്ങനെ ഇസ്തവൽ മാഉ വെള്ളം സമമായി, വല്ല ഹഷബത്ത ഹഷബത്തിനോട് കൂടെ. ഈ കൂടെ എന്നർത്ഥം കിട്ടാനാണ് ഇവിടെ വാവുള്ളത്. അതിനുശേഷം വരുന്ന ഈ മൻസൂബായ ഇസ്മിനാണ് മഫൂൽ മഅഹു എന്ന് പറയാം. ഇസ്തയഖ്ലതു വ തുലൂ അൽ ഫജ്ർ, ഇസ്തയഖ്ലതു ഞാൻ ഉണർന്നു, വ തുലൂ അൽ ഫജ്രി ഫജ്ർ വെളിവാവലോട് കൂടെ. അവിടെ ഞാൻ ഉണർന്നു, തുലൂ വെളിവാലും ഉണർന്നു എന്നൊന്നും അവിടെ അത്തഫാക്കൊന്നും ഒരിക്കലും പറ്റൂലല്ലോ. സാഫർത്തു വൽ ഫജ്റ, സാഫർത്തു ഞാൻ യാത്ര ചെയ്തു, വൽ ഫജ്റ ഫജ്റോട് കൂടെ, പ്രഭാതത്തോടു കൂടെ. പ്രഭാത സമയത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രഭാതം പൊട്ടിവിടരുന്നു, ഈ പ്രഭാതത്തോടു കൂടെ ആ സമയത്ത് ഞാൻ യാത്ര ചെയ്തു എന്നറിയിക്കാൻ. യഹ്റുജു സയ്യാദു വേട്ടക്കാർ പുറപ്പെടുന്നു, വ തുലുഅ ശംസി സൂര്യൻ ഉദിക്കലോടുകൂടെ. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്താണ് വേട്ടക്കാർ പുറപ്പെടുന്നത്. ഈ ഒരു മഴയത്തിനെ കാണിക്കാനാണ് മഫൂൽ മഅഹു എന്ന് പറയുന്ന മഫൂൽ. തിരിച്ചറിയാൻ സുഖമാണ്. ഒരു മഴയത്തിൻ്റെ അർത്ഥമുള്ള വാവിൻ്റെ ശേഷമായിരിക്കും മഫൂൽ മഅഹു സംഭവിക്കുക. കുറേ മഫൂൽ തന്നിട്ട് ഇതിൽ മഫൂൽ മഅഹു തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ സുഖമാണ്. വാവിൻ്റെ ശേഷമുള്ള മഫൂൽ തിരഞ്ഞെടുക്കാൻ മതി. ഇൻഷാ അല്ലാഹ് മഫൂലുകളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം സമയമായല്ലോ. നമുക്ക് ചോദ്യം ഡിസ്കഷൻ നമുക്ക് നാളെ നടത്താം. ഇപ്പോൾ 5 മഫൂലുകളെ നമ്മൾ വിശദീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. ഇന്നലെ ഒരു സംശയം ചോദിച്ചിരുന്നു. ഇപ്പോൾ യുജലസു അമാമുൽ അമീർ എന്നൊക്കെ വായിക്കുമ്പോൾ അവിടെ അമാമ എന്നാണ് വായിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് ചോദിച്ച ആളിപ്പോൾ ക്ലാസ്സിലുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ വാട്സപ്പിൽ മറുപടി പറയാം. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടോ? അതുകൂടി കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചെയ്യാം. ഓ